അപ്പോൾ ഇതാ നമ്മുടെ ചോറിലേക്ക് കറിയൊക്കെ വിളമ്പി. എല്ലാ ദിവസത്തെയും പോലെ എല്ലാ കറികളും നിരത്തി വിളമ്പി വയ്ക്കുന്നില്ല കേട്ടോ. എല്ലാ ദിവസവും ഒരേപോലെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു പപ്പട ചമ്മന്തിയും സവാള മെഴുക്കുരുട്ടിയും മുരിങ്ങക്കായും മാങ്ങയും കൂട്ടി ഒരു നാടൻ ഊണ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഊണിൻ്റെ കറികൾ നോക്കാം. ഇന്നത്തെ വളരെ സിമ്പിളായിട്ടുള്ളൊരു വെജിറ്റേറിയൻ മീൽസ് ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുരിങ്ങയ്ക്കയും മാങ്ങയും ഉപയോഗിച്ചിട്ട് ഒരു ഒഴിച്ചേറിയും സവാള ഉപയോഗിച്ചിട്ടുള്ള മെഴുക്കുരട്ടിയും പപ്പടം ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വെജിറ്റേറിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ നോൺ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ചെമ്മീനും കൂടി ചേർക്കാം കേട്ടോ. മുരിങ്ങയ്ക്കയും ചെമ്മീനും മാങ്ങയും ചേർത്തിട്ട് ഈ ഒഴിച്ചേറി ഉണ്ടാക്കാം. ബാക്കിയുള്ള റെസിപ്പിയൊക്കെ അതുപോലെ തന്നെ. അപ്പോൾ ആദ്യം നമുക്ക് ഈ മുരിങ്ങയ്ക്ക് ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. എന്താണെന്ന് വെച്ചാൽ മുരിങ്ങയ്ക്ക് കുറച്ച് കുക്കിംഗ് ടൈം ഉണ്ട്. അപ്പോൾ മുരിങ്ങയ്ക്ക കുക്ക് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ മുരിങ്ങയ്ക്ക കറി ആകുമ്പോഴത്തേക്കും നമ്മുടെ ബാക്കി രണ്ട് കറികളും റെഡിയാവും. പിന്നെ ചക്കക്കുരു ഇട്ടാണെന്നുണ്ടെങ്കിൽ ഈ മുരിങ്ങയ്ക്കയുടെയും മാങ്ങയുടെയും കൂടെ തന്നെ ചക്കക്കുരും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചക്കക്കുരു ഇല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചക്കക്കുരു ചേർക്കാത്തത്. സാധാരണ കോമ്പിനേഷൻ എന്ന് പറയുന്നത് മുരിങ്ങയ്ക്ക മാങ്ങ ചക്കക്കുരു ആണ് ഇവിടെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരു മാങ്ങയുടെ പകുതി ആയാലും മതി 2 മുരിങ്ങയ്ക്കയ്ക്ക്. പിന്നെ പുളി കുറവാണെങ്കിൽ ഒരു മുഴുവൻ മാങ്ങ എടുക്കാം. അതൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന മാങ്ങയുടെ പുളി അനുസരിച്ച് വ്യത്യാസം വരുത്തുക. ആദ്യം നമുക്ക് മുരിങ്ങയ്ക്ക കുക്ക് ചെയ്യാൻ വയ്ക്കാം. മുരിങ്ങയ്ക്ക പകുതി കുക്കാവുമ്പോഴാണ് നമ്മളിതിലേക്ക് മാങ്ങ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മുരിങ്ങയ്ക്ക ഒന്ന് കഴുകിയെടുക്കട്ടെ. അതുപോലെ സവോളയും ഉള്ളിയും ഇഞ്ചിയും എല്ലാം ഒരുമിച്ച് തന്നെ കഴുകിയെടുക്കാൻ പോവാണ്. മാങ്ങ മാത്രം നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ മുരിങ്ങയ്ക്ക ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് മുരിങ്ങയ്ക്കും മാങ്ങയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് വെള്ളം ചേർത്ത് നമ്മുടെ ഈ മുരിങ്ങയ്ക്ക് ഒന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഇതിലേക്ക് മാങ്ങയും കൂടി ചേർക്കുന്നതുകൊണ്ട് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വെള്ളം ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വേവട്ടെ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ മാങ്ങയും സവാളയൊക്കെ മുറിച്ച് എടുക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ മാങ്ങ മുറിച്ചെടുക്കാം. മാങ്ങ മുറിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ മാങ്ങ സാധാരണ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെയല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് കട്ട് ചെയ്യുക. ഒന്ന് ചരിച്ചിട്ടാണ് കട്ട് ചെയ്യുക. എനിക്ക് ഇങ്ങനെ മാങ്ങയുടെ തൊലി കളയാൻ കേട്ടോ എളുപ്പം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കളയുന്നത്. കത്തി ഉപയോഗിച്ച് തൊലി കളയാൻ എളുപ്പമാണെങ്കിൽ അങ്ങനെ തൊലി മാറ്റുക. ഈ മാങ്ങയുടെ പുളി നോക്കിയിട്ടാണ് ഞാൻ മാങ്ങ മുഴുവനും ചേർക്കണോ പകുതി ചേർക്കണോ എന്ന് തീരുമാനിക്കുന്നത്. കളറ് മാറി തുടങ്ങിയിട്ടുണ്ടെങ്കിലും പുളിയുള്ള മാങ്ങയാണിത്. നമ്മളിതാ ഇതുപോലെ കട്ട് ചെയ്തിട്ടൊന്ന് ചരിച്ച് കട്ട് ചെയ്തെടുക്കും. അങ്ങനെയാണ് മുരിങ്ങയ്ക്ക മാങ്ങ കറികൾക്ക് എപ്പോഴും കട്ട് ചെയ്യാറുള്ളത്. ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്യുക. എൻ്റെ കിച്ചൂസേ, ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ മാങ്ങയുടെ പുളി ഒന്ന് നോക്കട്ടെ. മാങ്ങയ്ക്ക് നല്ല പുളിയുണ്ട്. ഞാനപ്പോൾ ഒരു 2 പീസ് എടുക്കുന്നുള്ളൂ. ഈ 2 സൈഡിലെ പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും മാങ്ങ മതി നമുക്ക് കറിക്കായിട്ട്. ഇനി നമുക്കിതിലേക്ക് സവോളയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാം. അപ്പോൾ മാങ്ങ ഇവിടെ ഇരിക്കട്ടെ, നമ്മുടെ മുരിങ്ങയ്ക്ക തിളയ്ക്കട്ടെ. സവോള ഞാൻ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്യുന്നത് മെഴുക്കുരട്ടി കട്ട് ചെയ്യുമ്പോൾ. ഇതിന് മുന്നേ നമ്മുടെ സവോള മെഴുക്കുരട്ടി കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം സവോള എങ്ങനെയാണ് കട്ട് ചെയ്യാന്നുള്ളത്. ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് സവോള കട്ട് ചെയ്തെടുക്കുന്നത്. ഒരുപാട് വലുതായിട്ടുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും സവോള കുക്കായി വരാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്യുന്നത്. അപ്പോൾ സവോള മുഴുവൻ ഞാൻ കട്ട് ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് പപ്പടവും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ സവോള മുഴുവൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ പപ്പട ചമ്മന്തിക്കുള്ള ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചു, പപ്പടം കട്ട് ചെയ്ത് വെച്ചു, വറവിടാനുള്ള ഉള്ളി കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഇത് പപ്പട ചമ്മന്തിക്കുള്ള ഉള്ളിയും അരയ്ക്കാനുള്ള ഉള്ളിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇനി നമ്മുടെ തേങ്ങ അരച്ചെടുക്കാം. മുരിങ്ങയ്ക്ക കുക്കായിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ തേങ്ങയും കൂടെ അരച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1.25 കപ്പ് തേങ്ങയാണ് എടുക്കുന്നത്.
അരയ്ക്കാനായിട്ട്. അതിലേക്ക് ഒരു ഉള്ളി, 1/4 ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം. ഇത്രയും ചേർത്തിട്ട് ഞാനിപ്പോൾ ഈ തേങ്ങ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്ക കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 7 മിനിറ്റ് ആയി. ഈ സമയത്ത് ഞാൻ ഇതിലേക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കി എടുത്തു. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മാങ്ങയും കൂടി ചേർക്കാം. അപ്പോൾ നിങ്ങൾ ചെമ്മീൻ ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്താണ് ചെമ്മീനും ചേർക്കേണ്ടത്. ഇനി മാങ്ങയും മുരിങ്ങയ്ക്കയും കൂടി ചേർന്ന് കുക്കായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ പപ്പട ചമ്മന്തിക്കുള്ള കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ ഞാനൊരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ പപ്പടം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്നത് ആദ്യം ഒന്ന് വറുത്തെടുക്കുക. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഒരു പീസ് പപ്പടം ഇട്ട് നോക്കാം. എണ്ണയുടെ ചൂട് കറക്റ്റ് ആണോ എന്നറിയാൻ. പപ്പടം പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ചായിട്ട് പപ്പടം ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം. എണ്ണയിൽ നിന്ന് മാറ്റുക. ഇതുപോലെ ബാക്കിയുള്ള പപ്പടം മുഴുവൻ നമുക്ക് വറുക്കാം. അതിനുശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ഇതെല്ലാം വഴറ്റിയിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോഴേ നമ്മുടെ ചമ്മന്തിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പച്ചയ്ക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിയും പച്ചമുളകൊക്കെ പച്ചയ്ക്ക് തന്നെ ചേർത്തിട്ടുണ്ടെങ്കിൽ ചമ്മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. വഴറ്റിയിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ നമ്മുടെ പപ്പടം മുഴുവൻ നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, അതുപോലെ തന്നെ ഉള്ളി, ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും ഉള്ളിയും ഒക്കെ ഒന്ന് കുക്കായി വന്നിട്ട് നമുക്കിതും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടത്തിൻ്റെ കൂടെ തന്നെ ചേർക്കാം. ഇതിനെല്ലാം ഒരു പ്ലേറ്റിലേക്ക് തന്നെയാണ് മാറ്റുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം ചൂട് മാറിയിട്ടേ നമുക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് നമുക്ക് എരിവിനനുസരിച്ച് 4 or 5 വറ്റൽമുളക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഈ വറ്റൽമുളകും കൂടി ഒന്ന് കളർ മാറി വരട്ടെ. ഈ വറ്റൽമുളകിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇപ്പോൾ മുളകിൻ്റെ കളറൊക്കെ മാറി കറിവേപ്പിലയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇത്രയും മതി. നമുക്കിതും എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമ്മൾ ഇതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുകിട്ട് പൊട്ടിക്കാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സവാള മെഴുക്കുരുട്ടി ഉണ്ടാക്കാനാണ് ഇപ്പോൾ ഇതിലേക്ക് തന്നെ കടുകിടുന്നത്. വേറെ പാത്രം കഴുകണ്ടല്ലോ വെച്ചിട്ടാണ്. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കഴിയുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ നമ്മുടെ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1 തണ്ട് വേപ്പില, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. നമ്മുടെ സവാളയൊന്ന് നന്നായിട്ട് കുക്കായി വരുന്നത് വരെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് അടിയിൽ പിടിക്കും എന്നുള്ള പേടിയൊന്നും വേണ്ട. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്കയും മാങ്ങയും ഒക്കെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്കുള്ള അരപ്പ് ചേർക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്കയും മാങ്ങയൊക്കെ ഇതുണ്ടോ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. കുറച്ചുകൂടി വെള്ളവും ചേർക്കാം. ഈ അരപ്പൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇനി വെള്ളം വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം കേട്ടോ. നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വെള്ളം ചേർക്കാം.
ഞാനിപ്പോൾ ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവി ആയിട്ടല്ല ചെയ്യുന്നത്, അതുകൊണ്ട് അധികം വെള്ളം ചേർക്കുന്നില്ല. ഇതൊന്ന് നന്നായിട്ട് ആവി വരട്ടെ. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് ആവി വരണം. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടില്ല കേട്ടോ. പച്ചമുളക് ചേർക്കണം എന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാം. ഞാനിന്ന് പച്ചമുളക് ചേർക്കാതെ കറി ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ എരിവ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. എരിവ് കുറവാണെങ്കിൽ നമുക്ക് ഒരു പച്ചമുളകോ 2 പച്ചമുളകോ സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം. ഞാനൊന്ന് ഉപ്പ് എരിവൊക്കെ നോക്കട്ടെ. ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ്, പുളിയൊക്കെ കറക്റ്റാണ്. പക്ഷേ ആ ഒരു തേങ്ങയുടെ റോ ടേസ്റ്റ് നിൽക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് ചൂടായി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്താലേ മാറുള്ളൂ. വളരെ ഈസി അല്ലേ? ഒരു 20-25 മിനിറ്റ് ഉണ്ടെങ്കിൽ ഈ കറി ഉണ്ടാക്കാം. ഈ കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 3 കറികളും കൂടി റെഡിയാക്കി എടുക്കാം കേട്ടോ, 25 മിനിറ്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ വെജിറ്റേറിയൻസിനും വളരെ എളുപ്പത്തിൽ കോംബോ മീൽസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ സവോള മെഴുക്കുരുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഒരു സവോള മുറിച്ചെടുക്കാനുള്ള സമയം മാത്രമേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് പോലും വേണ്ട സവോള മെഴുക്കുരുട്ടി ആവാനായിട്ട്. പിന്നെ പപ്പട ചമ്മന്തിയുടെ ടേസ്റ്റ് ഞാൻ ആരെയും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ പപ്പട ചമ്മന്തിയുടെ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ കറിയിൽ നിന്ന് ഇതാ നന്നായിട്ട് ആവി വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് വറവ് ചേർക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. കറി മാറ്റി വയ്ക്കാം. ഇതിനിടയ്ക്ക് നമ്മുടെ സവോള നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പപ്പട ചമ്മന്തിയുടെ മിക്സ് നന്നായിട്ട് ചൂട് മാറി വരുന്നുണ്ട്. സവോളയും കൂടെ റെഡിയായി കഴിയുമ്പോൾ നമുക്ക് ചമ്മന്തി അരയ്ക്കാം. ഇപ്പോൾ നമ്മൾ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കുക. ഉള്ളിയുടെ കളറൊന്ന് മാറി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർക്കാം. അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർക്കാം. ഇതെല്ലാം ചേർന്നൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി. ഞാനിപ്പോൾ നമ്മുടെ വറവ് കറിയിലേക്ക് ചേർക്കുകയാണ്. ഇനി കറി ഒന്ന് അടച്ചു വയ്ക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ സവോളയുടെ പരിപാടി നോക്കാം. സവോള ഇത് കണ്ടോ, ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് ഇളക്കി ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ ഏത് സ്റ്റേജിൽ വേണമെങ്കിലും നമുക്ക് മുളക് പൊടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ്. ഇതൊന്നുകൂടി ഒന്ന് കുക്കായി വന്നാൽ മതി. നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഈ സമയത്ത് തന്നെ നമ്മുടെ പപ്പട ചമ്മന്തി ഒന്ന് അരച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വറ്റൽമുളകും അതുപോലെ തന്നെ ഇഞ്ചി, ഉള്ളി, പപ്പടം എല്ലാം ചേർത്തൊന്ന് ക്രഷ് ചെയ്യാം. 2-3 ബാച്ചായിട്ട് ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് ഇത്രയും ക്രഷ് ചെയ്ത് വരുമ്പോൾ കുറച്ച് സ്പേസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ ബാക്കിയിരിക്കുന്ന പപ്പടവും കൂടി നമുക്ക് ഇട്ടിട്ട് മുഴുവനായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് പുളിയും തേങ്ങയും ഒക്കെ ചേർക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ പപ്പടം മുഴുവൻ പൊടിഞ്ഞു കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് ചെറിയ പീസ് പുളി ചേർക്കാം. അധികം വേണ്ട. ഞാൻ എന്താ ഇത്രയും പുളിയെ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. വാളൻപുളിയാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത്, കുടംപുളിയല്ല. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് തേങ്ങ ചേർക്കാം. ഞാനിപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് പിന്നീടേ ചേർക്കുന്നുള്ളൂ. പപ്പടത്തിന് ഉപ്പുള്ളതാണ്. അപ്പോൾ ഇനി തേങ്ങയും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ പപ്പട ചമ്മന്തി നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞു. കണ്ടോ, നല്ല കുഴഞ്ഞിരിക്കുന്ന കല്ലിൽ അരച്ച പോലെയുള്ള ചമ്മന്തി റെഡിയായി. ഇനി ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം.
ഉപ്പ് ആവശ്യത്തിനുണ്ട്. ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പപ്പടത്തിന് ഉപ്പുള്ളതുകൊണ്ട് ഉപ്പ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ സവോളയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നീക്കാം. അപ്പോൾ നമ്മുടെ സവോളയും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഊണ് കഴിക്കാറാവുമ്പോൾ എല്ലാ കറികളും എടുത്ത് സെർവ് ചെയ്ത് ഊണ് കഴിക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പികൾ. എല്ലാം റെഡിയായി വളരെ എളുപ്പത്തിൽ. അപ്പോൾ ഈ വെജിറ്റേറിയൻ മീൽസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇതുപോലെ വെജിറ്റേറിയൻ മീൽസ് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നത് ഇനിയും ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ അടച്ചു വയ്ക്കട്ടെ. നമുക്ക് ചോറ് കഴിക്കാറാവുമ്പോൾ വിളമ്പി കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചോറിലേക്ക് കറിയൊക്കെ വിളമ്പി. എല്ലാ ദിവസത്തെയും പോലെ എല്ലാ കറികളും നിരത്തി വിളമ്പി വയ്ക്കുന്നില്ല കേട്ടോ. എല്ലാ ദിവസവും ഒരേപോലെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നിങ്ങൾ കഴിക്കുമ്പോൾ ചോറിലേക്ക് കറികളൊക്കെ വിളമ്പി കഴിക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ട് കഴിക്കുക. അപ്പോൾ ഈ ഒരു വെജിറ്റേറിയൻ മീൽസ് ഇഷ്ടമായോ ഇല്ലയോ എന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി തരിക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. മുരിങ്ങക്കായും മാങ്ങയും കൂടി ചേർത്ത് ഒരു കറി ഉണ്ടാക്കിയാൽ ചേർത്തെന്ന് പറഞ്ഞിട്ട് അവിടെ ഇല്ലേ ഒരു സെക്കൻഡ് ഇടാം. മുച്ചിക്ക് കട്ട് ചെയ്യാൻ ഒരു സെക്കൻഡ് ഇട്ടാൽ മതി. ഞാൻ പറയണേക്ക് മുരിങ്ങക്കയും തേങ്ങാക്കൊലയും കൂടിയുള്ള സാധനം കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് ബ്രേക്ക് കൂടി എന്നിട്ട് അതെന്താ കാണിക്കണമെന്ന് പിന്നെയും വായിച്ചു നോക്കിയിട്ട് സ്പേസ് ഇട്ട് പറഞ്ഞാൽ മതി. ഒരു ഗ്യാപ്പ് കൊടുക്കണം കട്ട് ചെയ്യാൻ വേണ്ടി.